ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടി പാൻ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാൻ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഞാൻ ഒരു കപ്പ്, ചെറിയൊരു കപ്പിനകത്ത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിനൊരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറുമാണ് കേട്ടോ. അത് ഓരോ പിഞ്ചായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഹെൽത്തിയാണ്, നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഞാൻ ഒരു കോഴിമുട്ടയാട്ടോ. അപ്പോൾ നമ്മൾ ഈ മാവിൻ്റെ അളവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ മുട്ട നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ബൗളാണല്ലോ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരു മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ തൈരാണ് കേട്ടോ. നല്ല നമ്മുടെ യോഗട്ടില്ലേ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ നമുക്ക് ഇനി ഇത് ലൂസ് ആകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരത്തില്ല, ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് തൈര് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-3 ടേബിൾ സ്പൂണോളം തൈര് ചേർക്കേണ്ടി വരും കേട്ടോ. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ എന്നാണ് പറഞ്ഞത്, അല്ല, ഞാൻ ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തൈരിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ മുട്ടയുടെ എണ്ണം കൂട്ടുവാണെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ യോഗട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ അധികം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇതിലേക്ക് ഒരല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആണ് നമ്മളിതിലേക്ക് ചെറിയ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടൊക്കെ നമുക്ക് ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാൻ കേക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്കിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. കാരണം ഒരു ഇത്തിരി തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഉള്ളൊക്കെ വേകണമല്ലോ. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ആ ഒരു ഫ്ലെയിമിലിട്ട് വേണം, ലോ ടു മീഡിയത്തിൻ്റെ ഇടയ്ക്കിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു സ്വല്പം പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഒരു ഇച്ചിരി മധുരത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ, കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ അല്ലാതെ തന്നെ സാറൊക്കെ കൊടുക്കുമ്പം അവൾ കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഞാനിതിൽ ചിലപ്പം നമ്മുടെ ഡേറ്റ്സിൻ്റെ സിറപ്പോ അല്ലെങ്കിൽ ഈ ഫ്ലേവേർഡ് യോഗേർട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അല്ലാതെ ചുമ്മാ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല യമ്മിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതാ കണ്ടില്ല, തിരിച്ചിട്ടിപ്പോൾ നല്ലൊരു കളറും നല്ലൊരു പാൻ കേക്കിൻ്റെ ഒരു സെറ്റപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ടിപ്പ് കൂടെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ബാച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു ഈവനിങ് ടൈമാണ് ഉണ്ടാക്കുന്നത്, എൻ്റെ ഒരു ഡിന്നർ പോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സാറക്കുട്ടിയും വരുന്നുണ്ട്, അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.